ക്രിസ്തുമസ് പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്ക് ഇപ്പോഴേ ട്രെയിൻ ടിക്കറ്റ് കിട്ടാനില്ല. ഇതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കേരളത്തിലേക്ക് യാത്ര ചെയ്യേണ്ടവർ ആശങ്കയിലാണ്. മുംബൈ, ഡൽഹി, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് ഡിസംബർ 20 ശേഷം കൺഫേം ടിക്കറ്റില്ല. ചെന്നൈ തിരുവനന്തപുരം മെയിലിൽ സ്ലീപ്പർ വെയിറ്റ് ലിസ്റ്റ് 200 മുകളിലായി. അനന്തപുരി എക്സ്പ്രസിൽ 23 വെയിറ്റിംഗ് ലിസ്റ്റ് 400 കടന്നു. ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഐലൻഡ് എക്സ്പ്രസ്, മൈസൂരു കൊച്ചുവേളി എക്സ്പ്രസ്, ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്കുള്ള ശബരി എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്ക് 25 വരെ റിസർവ്ഡ് ടിക്കറ്റ് കിട്ടാക്കനി. മുംബൈ, ഡൽഹി, ബംഗളൂരു തുടങ്ങി പ്രധാന ഇടങ്ങളിൽ നിന്ന് പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. സാധാരണഗതിയിൽ ആഘോഷവേളകളിലുണ്ടാകുന്ന യാത്രാദുരിതം ഇപ്രാവശ്യവും പുതുവത്സരവും ക്രിസ്മസ് പ്രമാണിച്ച് വളരെ നേരത്തെ തന്നെ തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ആവശ്യമായ ട്രെയിനുകളില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത. അതേപോലെ തന്നെ ഉള്ള ട്രെയിനുകൾക്കാണെങ്കിൽ കോച്ചുകൾ വേണ്ടത്രയില്ല. അപ്പോൾ നിലവിലുള്ള കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ പുതിയ ട്രെയിനുകൾ അനുവദിക്കുകയും ചെയ്യുന്നതിന് പുറമെ സ്പെഷ്യൽ ട്രെയിനുകളുടെ എണ്ണം വളരെയധികം കൂട്ടുക. തിരുവനന്തപുരം മംഗളൂരു, തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിനും റിസർവ് ടിക്കറ്റ് മുഴുവൻ വിറ്റുതീർന്നു. ശബരിമല സീസൺ കൂടി കണക്കിലെടുത്ത് ഈ പാതയിൽ അധിക സർവീസ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാണ്. സാഹചര്യം മുതലെടുത്ത് ബസ് സർവീസുകൾ നിരക്കുകൾ കുത്തനെ കൂട്ടിയതും തിരിച്ചടിയായി. നിലവിൽ ബംഗളൂരു തിരുവനന്തപുരം AC സ്ലീപ്പർ ബസ് ചാർജ് 3500-നും 5000-നും ഇടയിലാണ്. KSRTC കൂടുതൽ വോൾവോ സർവീസുകൾ ആരംഭിച്ചാൽ മാത്രമേ നിരക്കിൽ മാറ്റമുണ്ടാകൂ. കർണാടക RTC പ്രത്യേക സർവീസ് ഓടിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ.